ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊറിയൻ ഫാൻസിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കൊറിയൻ ഫ്രൈഡ് ചിക്കൻ അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിപ്പം ഏകദേശം ഒരു 250 ഗ്രാമിൻ്റെ അടുത്തൊക്കെ ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ബോൺലെസ്സും പിന്നെ ബോൺലെതും എല്ലാം കൂടെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ വിങ്സ് വെച്ചിട്ട് മാത്രം അല്ലെങ്കിൽ ലെഗ് പീസ് വെച്ചിട്ട് മാത്രമൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 250 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും. പിന്നെ ആദ്യം തന്നെ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളെല്ലാം പൗഡറാണ് കേട്ടോ ചേർക്കണേ. ഇത് ഗാർലിക്കിൻ്റെ പൗഡറാണ്, നമ്മൾ വെളുത്തുള്ളീൻ്റെ പൊടി, പിന്നെ ഇഞ്ചിൻ്റെ പൗഡറും ചേർക്കുന്നുണ്ട്. ഒക്കെ ഒരു 1/2 ടീസ്പൂണോളാണ് കേട്ടോ ചേർക്കണത്, കാരണം ഞാൻ അത്ര കുറച്ചല്ലേ ചിക്കൻ എടുത്തിട്ടുള്ളൂ. ഇനി പാപ്രിക്ക പൗഡർ, അതും ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. കൂടുതൽ ചിക്കൻ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നാക്കി ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇനിയിപ്പം വെളുത്തുള്ളിൻ്റെ പൊടിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ടോ അല്ലെങ്കിൽ പേസ്റ്റാക്കിയിട്ടോ ഒക്കെ ചേർക്കുക. പൊടിയാവുമ്പം ഒരു വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. അതാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിത് കോട്ട് ചെയ്തെടുക്കാൻ ഒരു പൗഡർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു ക്ലീൻ ആയിട്ടുള്ള പാത്രത്തിലേക്ക് ആദ്യം തന്നെ 1/4 കപ്പ് മൈദപ്പൊടിയും പിന്നെ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് ചിലരൊക്കെ ബാറ്റർ പോലെ ആക്കിയിട്ട് ചെയ്യുന്നത് കണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പൗഡർ തന്നെ ആക്കിയിട്ട് മിക്സാക്കി നമ്മൾ ചിക്കൻ ഇതിലൊന്ന് തട്ടിയിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വേണമെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ പോലെ ആക്കി അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ടേസ്റ്റ് ഇങ്ങനെ പൗഡർ പോലെ ആക്കിയിട്ട് ചെയ്യുമ്പോഴാണെന്ന്. അപ്പോൾ ഇനി ചിക്കൻ പീസസ് ഓരോന്നായിട്ട് എടുത്തിട്ട് അത് ഈ പൗഡറിൽ നല്ലോണം കോട്ട് ചെയ്ത് എക്സസ് ആയിട്ടുള്ള ആ പൊടി ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കളയുക. അതിനുശേഷം മാറ്റി വെക്കുക. ഇതേപോലെ ഞാൻ എല്ലാതും ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ പീസസും ഒരേപോലെ തന്നെ നല്ലോണം പൗഡറിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിത് പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാനാകെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഒന്ന് ട്രയൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാരിസൺസിൻ്റെ അതിഥി സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇത് യൂസ് ആക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ബ്രാൻഡ്സിൻ്റെ ഓയിൽസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇത് കുറച്ചും കൂടെ ഹെൽത്തിയാണ് കേട്ടോ. അതായത് നമ്മൾ ഫുഡിലേക്ക് അബ്സോർബ് ആവുന്നത് കുറവാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കൺസംഷനും കുറയുമല്ലോ. അപ്പം കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളതാണ് അതിഥിൻ്റെ സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ അത് പാക്ക് ആക്കുന്നത് വരെ ചെയ്യുന്നത് പാരിസൺസ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നുണ്ട് ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത് എന്ന്. അതുപോലെ തന്നെ മായൊന്നും ചേർത്തിട്ടില്ല എന്നും ഉറപ്പ് തരുന്നുണ്ട്. പിന്നെ ഇതിൽ യൂസ് ആക്കിയിട്ടുള്ള സൺഫ്ലവർ സീഡ്സ് അത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ്. അറൗണ്ട് ദ വേൾഡിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സൺഫ്ലവർ സീഡ്സ് യൂസ് ആക്കിയിട്ടാണ് അതിഥിൻ്റെ ഓയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൽ പൊരിച്ചിട്ടുള്ളത് കഴിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഹെവി ഫീലിംഗ് ഒന്നും വരലില്ല, നല്ല ലൈറ്റായിട്ട് തന്നെയാണ് കേട്ടോ തോന്നലുള്ളത്. അപ്പം ഞാൻ ഓയിൽ ചൂടായി കഴിഞ്ഞപ്പം ചിക്കൻ പീസസ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിടരുത്, കാരണം ഇത് കോട്ട് ചെയ്തിട്ട് പൊരിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2-3 പീസൊക്കെ ഇടുക. എന്നിട്ട് അതായിക്കഴിഞ്ഞാൽ ഓയിലിൽ നിന്ന് കോരി മാറ്റുക, പിന്നെ അടുത്ത ബാച്ച് ഇടുക. അങ്ങനെ വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഞാനത് ഇത്ര മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഓരോ ബാച്ച് വീതം പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ അതിഥി സൺഫ്ലവർ ഓയിൽ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടാനുണ്ട് കേട്ടോ. അപ്പം നിങ്ങളും ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും അതിൻ്റെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ചിക്കൻ പൊരിച്ചെടുത്ത് കഴിഞ്ഞപ്പം ഇനി ഇതിൽക്കൊരു സോസ് ആക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് നല്ല കുനുകുനായിട്ട് കട്ട് ചെയ്തെടുക്കുക. വെളുത്തുള്ളി ചെറുതാണെങ്കിൽ ഏകദേശം ഒരു 4-5 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. വലുതാണെങ്കിൽ 2 എണ്ണമൊക്കെ മതി. അപ്പോൾ എല്ലതും ഞാനിതാ ഇങ്ങനെ നല്ലോണം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് പാത്രം വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിൽക്കും നമ്മൾ പാരിസൺസിൻ്റെ അതിഥി സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു ഇത്തിരി മതി കേട്ടോ, ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. പിന്നെ വെളുത്തുള്ളി നേരത്തെ കട്ട് ചെയ്ത് വെച്ചതില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിന്. ഇനി ഈ വെളുത്തുള്ളി ഓയിലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക.
ഒരു 2-3 പ്രാവശ്യം ഇളക്കിയതിന് ശേഷം നമുക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഇത് ഹണി ചില്ലി സോസാണ് കേട്ടോ. അത് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സോയ് സോസ് വേണം. അത് ഞാൻ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്തത്. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് അതും 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇതിലേക്ക് ശരിക്ക് ഒരു കൊറിയൻ ചില്ലി പേസ്റ്റ് ഉണ്ട്, ഗോച്ചുജാങ് എന്ന് പറഞ്ഞിട്ട്, അതാണ് ചേർക്കേണ്ടത്. പക്ഷേ അതെനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈപ്പിൽ ആക്കിയെടുത്തതാണ് കേട്ടോ. ഇനി ഒരിത്തിരി ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളിട്ടാൽ മതിയേ എല്ലാം. അതിനുശേഷം ഈ ചിക്കൻ്റെ പീസസ് ഉണ്ടല്ലോ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത്, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഈ ഒരു സോസിൽ നല്ല പോലെ കോട്ട് ചെയ്തെടുക്കുക. ഈ സോസാണ് ശരിക്ക് ചിക്കന് നല്ല ടേസ്റ്റ് കൊടുക്കണം കേട്ടോ. അടിപൊളിയാണ്. ആ ഒരു സ്മെല്ലൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. അപ്പം ഞാനിതാ മൊത്തത്തിൽ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ശരിക്കും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സോസ് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ചേർക്കാതെയും ചെയ്യുന്നത് കണ്ടിരിക്കുന്നു കേട്ടോ. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ മാറ്റം വരുത്താം. ഇനി അവസാനമായിട്ട് കുറച്ച് വെളുത്ത എള്ളിട്ട് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതുപോലെ സ്പ്രിങ് അനിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൂടെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്, അതിൻ്റെ ഗ്രീൻ പാർട്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ നമ്മൾ കൊറിയൻ ചിക്കൻ റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതങ്ങനെ ഒന്നിൻ്റെ കൂടെയും കഴിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാൻ പറ്റും. അത്രയും അടിപൊളിയായിട്ടുള്ളതാണ്. ഒരു സ്റ്റാർട്ടറൊക്കെ ആയിട്ട് നമുക്ക് പാർട്ടീസിലൊക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഒക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. സൂപ്പറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവും. നമ്മളിത് കാലിയായത് അറിഞ്ഞില്ല കേട്ടോ, അത്രയും പെട്ടെന്ന് തീർന്നിട്ടുണ്ടേനു. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടേനി. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്